ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കുഞ്ഞു ഡേ ആണേ. ഇന്ന് വീട്ടിലെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നോലുമ്പായ കാരണം രാവിലെ എല്ലാവരും നേരത്തെ എനിക്കും കുളിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം വയ്ക്കലൊക്കെ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ സദ്യയുടെ പരിപാടികളാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലുള്ളൊരു സദ്യ, പായസം, സേമിയ പായസം ഉണ്ടാക്കി. പിന്നെ രാവിലെ വെള്ളയപ്പം കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും അമ്മയ്ക്കൊക്കെ രാവിലെ തന്നെ ചോറ് കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് വെള്ളയപ്പം കുറുമക്കറിയാണ് കഴിച്ചത്. ഞാനും ഉണ്ണിയും അച്ഛനും കൂടിയിട്ട് സദ്യയൊക്കെ കഴിച്ചു. അവന് 7:30 ഇവിടുന്ന് പോകണം, എന്നാലും സ്കൂൾ ബസ്സിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ സദ്യയൊക്കെ കഴിച്ച് അവനെ കൊണ്ടാക്കി. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ്. മോനെ കൊണ്ടാക്കുമ്പോൾ ഫോൺ എടുത്തില്ല. മോനെ കൊണ്ടാക്കി അമ്പലത്തിലൊക്കെ പോയി വന്നു. അമ്പലത്തിലൊക്കെ പോയി വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. വാഷ് ചെയ്ത തുണികളൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ പായസം കുടിച്ചിട്ട്, രാവിലെ പായസമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പായസമൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തറവാട്ടിലേക്ക് പോയിട്ടാണ്. അവിടെ ഉണ്ണികൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ ചെന്നിരുന്നു. അവിടെ ഒരാൾക്ക് എക്സാം നടക്കുന്നുണ്ട്, അതിൻ്റെ പഠിത്തത്തിലാണ് ഫോണിൽ നോക്കിയിരിക്കുക. ഒരാൾ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. രണ്ടുപേരും സ്വാമിമാരാണ്, മലയ്ക്ക് പോകുന്നത്. രാവിലെ കുളിച്ച് വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ നിന്ന് പോന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റു. തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടാണ്. ഇനി 3 മണിയാവാറായി. കേക്ക് മേടിക്കണം, മോനെ കൊണ്ടുവരണം. അപ്പം അത്രയല്ല. അങ്ങനെ അവിടെ നിന്ന് കേക്ക് മേടിക്കാൻ പോയി. എഗ്ലെസ് കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്സൻ കേക്ക് എന്നാണ് മേടിച്ചത്. എഗ്ലെസ് നമ്മൾ നോലുമ്പായ കാരണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ കൊണ്ടുവരാൻ പോയി. അവിടുന്ന് അന്നാണെങ്കിൽ അവൻ്റെ സ്കൂൾ ബസ് ഭയങ്കര ലേറ്റായിട്ട് വന്നു. അത്യാവശ്യം നേരം നോക്കേണ്ടി വന്നു. വേഗം കേക്കൊക്കെ മേടിച്ചിട്ട് നേരം വൈകുമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ ലേറ്റായിട്ട് അരമണിക്കൂറോളം പോസ്റ്റാക്കി തന്നെ. അവിടെ റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ടേ. എന്നിട്ട് അവിടെ നിന്ന് വന്നു. കുറച്ച് നേരം അവൻ സൈക്കിൾ ചവിട്ടാൻ നിന്നു. അവൻ്റെ ഒരു ഫ്രണ്ട് വരും സൈക്കിൾ ചവിട്ടാൻ വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി. ഉച്ചരിഞ്ഞ് കുളിയും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. പാപ്പൻ മേമേനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഇന്ന് പറപ്പൂർ പള്ളിയിൽ പെരുന്നാളിൻ്റെ ഗാനമേളയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഗാനമേള കാണാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ലേറ്റായി, എന്നാലും കുറച്ച് നേരം ഗാനമേളയൊക്കെ കണ്ടു. ഗാനമേളയുടെ ഇടയിൽ സാഗർ സൂര്യ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഗിരിയേട്ടൻ എന്തുണ്ട് ഗിരിയേട്ടന്റെ സെറ്റപ്പ്? ഓ നമുക്കൊന്നുമില്ല. ചേച്ചി സ്പെഷ്യലാ, അധികം ഞാൻ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ. അങ്ങനെ ഗാനമേള കുറച്ചൊക്കെ കണ്ടു. നാളെ മോന് ക്ലാസ്സുള്ള കാരണം കൊണ്ട് ഫുള്ളാക്കാൻ നിന്നില്ല കേട്ടോ, വേഗം പോന്നു. നാളെ രാവിലെ നേരത്തെ എനിക്കും വേണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.